ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് വോയിസിൻ്റെ എല്ലാ മാന്യശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാത സമയത്തെ അല്പസമയത്തെ ധ്യാനത്തിനു വേണ്ടി നാം ആശ്രയിക്കുന്ന ദൈവവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യമാണ്. ആ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആർ ആക്കുന്നു എന്ന് ചോദിച്ചു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ ചുറ്റി നിൽക്കുന്ന യഹൂദാജനം, പ്രത്യേകിച്ച് ഫരീശന്മാരും സദൂക്യരും അടങ്ങിയിരിക്കുന്ന വലിയൊരു കൂട്ടം ജനം എപ്പോഴും കർത്താവിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് പലവിധമായ കുടുക്കു ചോദ്യങ്ങളിലൂടെയും പലവിധമായ ബാലിശമായിട്ടുള്ള പ്രസ്താവനകളിലൂടെയും കർത്താവിനെ അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. തന്നെയുമല്ല, കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവിടുന്ന് ഇസ്രയേൽ ജനത്തിൻ്റെ വാഗ്ദത്തപ്രകാരമുള്ള മശിഹ ആണെന്നും അവിടുത്തെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും അങ്ങനെ പറയുന്ന വാക്കുവെച്ച് കർത്താവിനെതിരെ ദൈവദൂഷണം എന്ന കുറ്റം ചുമത്തി കർത്താവിനെ നീക്കിക്കളയുവാനും അവരെപ്പോഴും ശ്രമിച്ചു പോന്നു. അങ്ങനെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് കർത്താവിനെ വിഷമിപ്പിച്ച് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ കർത്താവ് അവർക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് തന്നെക്കുറിച്ചും തൻ്റെ വരവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നാം ഇപ്പോൾ വായിച്ച ഈ 8-ാം അധ്യായം 53-ാമത്തെ വാക്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അവിടെ കർത്താവിനോട് അവർ ചോദിക്കുക, നിന്നെ തന്നെ നീ ആറാക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നാം അവിടെ അവരുടെ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കർത്താവ് തന്നെക്കുറിച്ച്, തൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച്, തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകളാണ് അവരുടെ ചോദ്യത്തിന് നിദാനമായിട്ടിരിക്കുന്നതെന്നുള്ളതാണ്. തൻ്റെ ആ ദൈവവുമായിട്ടുള്ള സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ പിതാവാണെന്നും താൻ അവൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവനാണെന്നും ഒക്കെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ആ സമയത്ത് അവർ അസഹനീയതയോടുകൂടിയാണ് ഈ ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് തന്നെത്താൻ ആരും ആക്കുന്നില്ല എന്ന് നമുക്കറിയാം. തന്നെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുകയല്ല, മറിച്ച് താൻ ആരായിരിക്കുന്നുവോ ആ പൂർണ്ണ ബോധ്യത്തോടുകൂടെ അവരോട് ആ കാര്യം പറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ആ അധ്യായം അവസാനിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രസ്താവനയോടുകൂടിയാണ്. അവിടെ 58-ാം വാക്യത്തിൽ, 8-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. ഈ വാക്ക് കർത്താവ് ഉച്ചരിച്ച് കഴിഞ്ഞതേ നാം അവിടെ വായിക്കുന്ന അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. എന്താ കാര്യം? അബ്രഹാമിന് മുമ്പേ താനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതിലൂടെ താൻ നിത്യനായ ദൈവമാണ് എന്നാണ് അവിടുന്ന് പറയാതെ പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയ യഹൂദന്മാർ ദൈവദൂഷണം പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് ആ കർത്താവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ടാണ് അവർ കല്ല് എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്നത് കർത്താവ് യെരുശലേമിലെ ദേവാലയത്തിൽ വെച്ചാണ് നാം അവിടെ തുടർന്ന് വായിക്കുന്ന യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സന്ദർഭം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്, നാം ആ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രബോധനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയൊക്കെ ലോകത്തിന് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവരെ ഉദ്ധരിക്കുവാനായിട്ട് താണിറങ്ങി വന്ന, ആ ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന, സർവ്വലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാനായിട്ട് വന്ന ദൈവകുഞ്ഞാടായി വന്ന ആ കർത്താവ് താനാണ് എന്ന് അവരോട്
വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. അവിടെ എവിടെയും കർത്താവിന് ഒരു വാക്കുപോലും ഒരു പാളിച്ചയുണ്ടായിരുന്നില്ല. താൻ എന്താണോ ആ കാര്യം തന്നെയാണ് കർത്താവ് എപ്പോഴും അവരോട് തുറന്നു പറഞ്ഞത്. അത് പറയുവാൻ കർത്താവിന് യാതൊരു മടിയും സങ്കോചവും ഉണ്ടായിരുന്നില്ല. അന്ത്രയോസിനോട് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല മറ്റ് 1-2 സന്ദർഭങ്ങളിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നാം ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ പരമയാഗത്തിൻ്റെ അനന്തരഫലങ്ങളായി ദൈവത്തിൻ്റെ ശത്രു സഞ്ചയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ പുത്രീപുത്രന്മാരെന്നുള്ള അനുഗ്രഹീത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. അതിനുവേണ്ടി ദൈവം ചിലവിട്ടത് തൻ്റെ പുത്രൻ്റെ ആ ജീവനും അതുപോലെ തന്നെ തൻ്റെ പുത്രൻ്റെ പരിശുദ്ധമായ രക്തവുമാണ്. ആ കാൽവരിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, ആ കാൽവരിയിൽ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, ആ പരിശുദ്ധമായ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ആ പിതാവായ ദൈവത്തിന് മക്കളാക്കി തീർത്തു. ആ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അത് വളരെ വ്യക്തമായിട്ട് വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി ലോകത്തിൽ ജീവിക്കുന്നവരാണ് നാം. ഈ ലോകത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവവുമായിട്ട് ഇനിയും ബന്ധത്തിലേക്ക് വന്നിട്ടില്ലാത്ത സാമാന്യ ജനം നമ്മുടെ ജീവിതത്തെ കാണുകയാണ്, കേൾക്കുകയാണ്. അവർ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുകയാണ്, അവർ നമ്മെ പഠിക്കുകയാണ്. അവരുടെ മുമ്പാകെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ആ പരമമായ മൂല്യം എന്താണെന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മിൽ തന്നെ നിയോഗിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്താൽ തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിൽ നിയോഗിക്കപ്പെട്ടവരാണ് നാം. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരും ആ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പരമപ്രധാനമായ ആ മേലെഴുത്തോടുകൂടെ ജീവിക്കുന്നവരുമായ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ അന്തസ്സിന് യോഗ്യമായ നിലയിൽ ജീവിക്കണം, സംസാരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എവിടെ നിന്നാലും, ഏത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നാലും, ആരെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്, സ്വർഗത്തിലെ മഹാദൈവം എൻ്റെ പിതാവാണ്, അവൻ്റെ പുത്രനാണ് ഞാൻ, പുത്രിയാണ് ഞാനെന്ന് അഭിമാനത്തോടുകൂടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു സാക്ഷ്യം നമ്മിൽ നിന്നുണ്ടാകണമെന്ന് ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വാക്യത്തെ ആധാരമാക്കി ഒരു സന്ദേശം പറയുവാനായിട്ട് എനിക്ക് പ്രേരണയുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷ് മഹാരാജ്യത്തിലെ മഹാറാണിയുടെ കൊച്ചുമകളായിരുന്ന ആഗ്നസിനെ കുറിച്ചൊരു കഥയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ആ ബ്രിട്ടനിലെ ആ കൊട്ടാരമിരിക്കുന്ന ആ പട്ടണത്തിൻ്റെ തെരുവിൽ കൂടെ അർദ്ധരാത്രിയിൽ തനിച്ചു സഞ്ചരിച്ച ആഗ്നസിനെ പെട്ടെന്ന് കണ്ട് മനസ്സിലായ പോലീസുകാർ ചുറ്റി വളഞ്ഞ് ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. നിൻ്റെ പേരെന്താണ്? നിൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത്? നീ എവിടെ നിന്ന് വന്നു? എന്താണ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ആഗ്നസ് അവരോട് പറയുന്ന മറുപടി വളരെ പ്രസ്താവ്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആ കുഞ്ഞു കൊടുക്കുന്ന മറുപടി ഇതാണ്: എനിക്ക് എന്നെക്കുറിച്ച് ഏറെയൊന്നും പറയുവാനില്ല, എന്നാൽ എൻ്റെ അമ്മ ഈ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ മഹാറാണിയാണ്. അവൾ പറയുന്നത് എത്രയോ അഭിമാനത്തോടു കൂടിയാണ്. ആഗ്നസ് എന്നാണ് എൻ്റെ പേരെന്നും ഒക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. എന്നാൽ എൻ്റെ അമ്മ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ, എൻ്റെ വല്യമ്മ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ മഹാറാണിയാണെന്ന് പറയുമ്പോൾ ആ മഹാറാണിയുടെ കൊച്ചുമകളാണ് താനെന്നാണ് അവൾ പറയാതെ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ പോലീസുകാർ അവർ നേരെ നിന്ന് കുഞ്ഞിന് സല്യൂട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ കുഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയ രീതി അത് അവരിൽ ഭയം വളർത്തി. അത് അവളെ ബഹുമാനിക്കുന്നതിന് അവരെ നിർബന്ധിച്ചു. അബ്രഹാമിന് ചുറ്റും പാർക്കുന്ന ജനം പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷ്യം
ഒരു മാതൃക, ഒരു ലക്ഷ്യബോധം നമ്മുടെ വാക്കുകളിൽ, ചിന്തകളിൽ, പ്രവൃത്തികളിൽ, ജീവിതത്തിൻ്റെ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. ഞാൻ ആ സ്വർഗീയ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ബോധ്യം വേണം, ആ അറിവ് വേണം, അതിന് തക്കതായിട്ടുള്ള ആ അന്തസ്സിന് യോജിച്ച നിലയിലുള്ള ഒരു ജീവിതം നമുക്ക് വേണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഇന്ന് കേട്ട ഈ ലഘുചിന്തയും വരുന്ന ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആമേൻ.